ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഇസ്താംബുൾ ഡയറീസ് ആട്ടോ. ലാസ്റ്റ് ഏപ്രിലിൽ ഒരു 8 ഡേയ്സ് ടർക്കി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫ്ലൈറ്റ് മിസ്സായി. നെക്സ്റ്റ് ഡേ മോർണിംഗിലേക്ക് നമ്മൾ പുതിയ ടിക്കറ്റ് ബുക്ക് ചെയ്യാട്ടോ ചെയ്ത്. ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിൽ നിന്ന് ഇസ്താംബുൾ എയർപോർട്ടിലേക്ക് 3 hours 45 minutes ട്രാവലാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഏർലി മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. ഞാൻ ഇക്കാട് ഫ്രണ്ട് വൈഫ് ഞങ്ങൾ 5 പേരാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായത്. അവർ ഞങ്ങളെപ്പോലെ തന്നെ ഒരേ വേവ് ലെങ്ത്തും വൈബുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ട്രിപ്പ് ഞങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി. ഇക്കയും സജാദും ഫുഡീസും ഞാനും ആർഷും ഫോട്ടോജനിക്സും ആയതുകൊണ്ട് തന്നെ ടർക്കി ഞങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ എണീസ് ഉറങ്ങി. പിന്നെ അങ്ങനെ എണീറ്റത് ലാൻഡ് ചെയ്യാൻ നേരത്താണ്. അതുകൊണ്ട് തന്നെ യാത്ര ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ നമുക്ക് വല്ലാണ്ട് അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ കാറ് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നല്ല ലേറ്റായി. അപ്പം നമ്മൾ പിന്നെ ഹോട്ടലിൽ വന്നു, ഫ്രഷായി. ഈവനിങ് ആണ് പുറത്തിറങ്ങിയത്. ഇസ്താംബുളിൽ ശരിക്കും നൈറ്റ് ലൈഫാട്ടോ ഉള്ളത്. കാരണം ഇവിടെ ഷോപ്സ് എല്ലാം ഓപ്പൺ ആണെങ്കിൽ ഉച്ചയാവും. പക്ഷേ ലേറ്റ് നൈറ്റ് വരെ ഇവിടെ എല്ലാം ഓണായിരിക്കും. ഈവനിങ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് ഒരു ഷെഫ് മുറാജ്. ഇവിടുത്തെ ഏതോ വലിയ ഷെഫാന്നൊക്കെ പറയുന്നത്. നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം. മെനു കണ്ടാൽ തന്നെ അറിയാം ഇവർക്ക് വെറൈറ്റീസ് ഓഫ് കബാബ്സ് എല്ലാം ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഒതൻറ്റിക് ടർക്കിഷ് ലുക്കിലാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് ഫുൾ ചിക്കൻ വിത്ത് റൈസും എമീസിന് ഐസ്ക്രീമും ആയിരുന്നു. ഫുഡ് വന്നു. ചിക്കനെല്ലാം വെൽ കുക്ക്ഡ് ആട്ടോ. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരുന്നു. ശരിക്കും ഇസ്താംബുളത്തെ ഫുഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഫുഡ് കഴിച്ച് സ്ട്രീറ്റെല്ലാം നടന്ന് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോയി. നെക്സ്റ്റ് ഡേ നമ്മൾ നേരത്തെ എണീറ്റു. ഇസ്താംബുളിൽ നമ്മൾ മൊത്തം ട്രാവൽ ചെയ്തത് ഇസ്താംബുൾ കാർഡ് വെച്ചിട്ടാട്ടോ. ഇസ്താംബുൾ കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ട്രെയിന്, ബസ്, ക്രൂസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. 4 hours ആയിരുന്നു ക്രൂസ് ജേർണി. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ടർക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഷ്യൻ യൂറോപ്യൻ കമ്പൈൻഡ് രാജ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ട്രാവലിൽ ഏഷ്യൻ്റെയും യൂറോപ്യൻ്റെയും എല്ലാം കൺസ്ട്രക്ഷൻസ് കാണാൻ പറ്റും. ഇത്രയും നേരം എണീസ് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ പതുക്കെ ആളെ എണീറ്റു, ഒരു ജ്യൂസൊക്കെ മേടിച്ചെടുത്തു. അപ്പോൾ പതുക്കെ അത് എൻജോയ് ചെയ്യാണ്. ക്രൂയിസ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ ഇറങ്ങി ഫുഡെല്ലാം കഴിച്ച് അവർ പള്ളിയിൽ പോയി. ഞങ്ങൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഗലാറ്റ ടവർ കാണാനായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും അവിടെ ചെറിയ ഫോട്ടോഷൂട്ടെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ പിക്ചേഴ്സും വീഡിയോസൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. രണ്ടാൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ലേറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലൂ മോസ്കിലോട്ടാണ് പോയത്. ബ്ലൂ മോസ്ക് എന്ന് നമ്മൾ ഫോറിനേഴ്സേ പറയുള്ളൂ കേട്ടോ. ആക്ച്വലി ഇവിടെ ഉള്ളൊരു ഇതിനെ പറയുന്നത് സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നാണ്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ അവരെല്ലാം നിസ്കരിക്കാൻ പോയി. ഞാൻ എമീസിനെ നോക്കി ഇവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പതുക്കെ ഹോട്ടലിലോട്ട് പോയി. ഇനിയുള്ളത് ലാസ്റ്റ് ഡേ ഓഫ് ടർക്കി ട്രിപ്പാണ്. കാരണം 3rd ഡേ നമ്മൾ കപ്പഡോക്യ, പാമുക്കേൽ, അന്റാലിയ അവിടെയൊക്കെ പോയി നമ്മൾ ലാസ്റ്റ് ഡേ ഇങ്ങോട്ട് ഇസ്താംബുൾക്ക് തിരിച്ചു വന്നു. കുറച്ചുകൂടി നമുക്ക് കാണാനുണ്ടായിരുന്നു ഇസ്താംബുളിൽ. കപ്പഡോക്യയിലെ വിശേഷങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.
ഇത് ഹാജിയ സോഫിയ മോസ്ക് വിത്ത് മ്യൂസിയമാണ്. ഇതിന് കുറേ ഹിസ്റ്ററീസ് എല്ലാം ഉണ്ട്. 532 തൊട്ട് 537 വരെ പണി കഴിപ്പിച്ചൊരു ബിൽഡിങ്ങാണിത്. ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത എമീസായിരുന്നു. അവന് കുറേ ഓടി നടന്നു, കളിക്കാൻ ആൾക്കാരെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മളിവിടുത്തെ ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്തു. കുറച്ച് ഷോപ്പിംഗ് എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. ഇസ്താംബുൾ ശരിക്കും ഒരു ഫുഡ് ആൻഡ് ഷോപ്പിംഗ് ഹബ്ബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇസ്താംബുളിലെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.